ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയെടുത്താലോ? വേറെ ഒരു തീമിലല്ല, നമ്മൾ സ്വന്തം യൂട്യൂബിൻ്റെ തീമിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പറിൽ യൂട്യൂബിൻ്റെ ലോഗോ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലും ലോഗോ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുള്ള് സെലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കവറാക്കി വന്നിട്ടുണ്ട്. നമ്മൾ 3 ഭാഗം ക്ലോസ് ചെയ്തിട്ടും ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നമുക്ക് പഞ്ഞിയും എന്നാൽ കയ്യിൽ കിട്ടുന്ന സ്ക്വിഷിയാക്കാൻ കിട്ടുന്ന ആ സാധനമൊക്കെ കുത്തിക്കയറുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ബൊമ്മയുടെ ഒക്കെ ഉള്ളിൽ കാണുന്ന ഒരു സംഭവമല്ലേ, ആ സംഭവമാണ് ഈ സ്ക്വിഷി ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നന്നായിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വിഷി ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നീങ്ങുന്ന സാധനം വേണ്ടിയെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുത്തി കയറ്റി കൊടുക്കാം കേട്ടോ. കുത്തി കയറുമ്പോൾ ആ സൈഡിലുള്ള സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചൊന്നും വിട്ടുപോയത് കേട്ടോ. നന്നായിട്ടൊന്ന് സെക്യൂറായിട്ട് ഇനി എല്ലാ സൈഡും ഒന്നുകൂടി ഒന്ന് സെലോ ടേപ്പ് വെച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്വിഷിയാണ് നമ്മളെ മെയിൻ ഐറ്റം. അപ്പോൾ ഇനി എന്താണെന്നല്ലേ, ഇനി നമുക്ക് 2 എക്സ്ട്രാസ് കൂടി വെക്കണം. എക്സ്ട്രാസിലെ ഫസ്റ്റ് ഐറ്റമാണ് ഇത്. നമ്മൾ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ലെറ്ററായ വൈ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സ്ട്രാസ്. ഇനി രണ്ടാമത്തെ എക്സ്ട്രാസ് ഒരു കീ ചെയിൻ മോഡലാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിലോ എന്തെങ്കിലും നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ വരച്ചെടുക്കണം. 2 ലോഗോ വരച്ചെടുക്കണം. അതായത് മുമ്പിലും ബാക്കിലും ആയിട്ട് പേസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ കീ ചെയിൻ പോലെയല്ല ആക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോൾ ചെയ്യുന്ന പഞ്ചർ മെഷീൻ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ആക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ പെണ്ണൊക്കെ ഒന്ന് കുത്തി കയറ്റി ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. സാറിൽ നമുക്ക് ലാസ്റ്റ് പെയിൻറ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ. നോട്ട് ദ പോയിൻറ്റ്, നിങ്ങൾ പെണ്ണിനെ കൊണ്ടാണ് കുത്തി കയറ്റുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് സൂക്ഷിച്ചോട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോളിനനുസരിച്ചിട്ട് ഏത് ത്രെഡ്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കീ ചെയിൻ തന്നെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ആ ലാസ്റ്റത്തെ പോർഷനിലൊന്ന് വെട്ടിക്കൊടുത്താൽ നമ്മളെ കിച്ചൺ റെഡിയായി. ഇനി ആ 2 കാർഡ്ബോർഡും തമ്മിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി നമുക്കൊരു പോക്കറ്റ് വേണ്ടത് ഇടാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിന് ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പലരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയല്ലേ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തോ. ഒരു ലൈക്കും ഇട്ട് ഒരു കമൻറ്റും ഇട്ടാൽ എനിക്ക് ഒരാശ്വാസം ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇനി നമ്മൾ മുറിച്ചെടുത്ത ഒരു ഹാഫ് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പണായ 2 വശങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ഐറ്റം സ്ക്വിഷി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഗ്ലൂ ഒക്കെ പേസ്റ്റ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓപ്പണായ ഭാഗത്താണ് ഗിഫ്റ്റ് ഇടേണ്ടത്, അതായത് നമ്മൾ സ്ക്വിഷി ഇടേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്കെച്ച് എടുക്കുക. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷം വേറെയും ചില പരിപാടിയുണ്ട്. എന്താണെന്നല്ലേ, ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് സ്കെച്ച് എടുക്കുക. എന്നിട്ട് മുകളിൽ കട്ട് ചെയ്യേണ്ട പോലെ ഒന്നാക്കി കൊടുക്കുക. അതായത് ഒരു ലൈൻ, ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു സിസർ വരച്ചു കൊടുക്കുക. 2 പൂജ്യം ഇട്ട് കൊടുക്കുക, ഒന്ന് ക്രോസ് എക്സ് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സിസേഴ്സായി. അപ്പോൾ നമ്മൾ മുറിക്കണം എന്ന് നമുക്ക് തോന്നില്ലേ, ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്വിഷി ഇട്ട് കൊടുക്കാം. ഇത് സ്ക്വിഷി തന്നെയല്ലേ എന്നൊന്ന് റീചെക്ക് ചെയ്ത് കേട്ടോ, കാരണം നീങ്ങുന്നില്ലേന്ന് നോക്കണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലൂ തേക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 3 ഭാഗങ്ങളും ഗ്ലൂ തേച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവും, അത് കറക്റ്റായിട്ട് ഒട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും സെലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ക്വിഷി ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാസ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. എക്സ്ട്രാസിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ്
ആദ്യം 2 പീസായിട്ട് മുറിച്ചെടുക്കാം. എക്സ്ട്രാസ് കുറച്ച് കുഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മതി. ഇനി നമുക്ക് എക്സ്ട്രാസ് ഇടേണ്ട പൗച്ചും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഗ്ലൂ തേക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തായാലും സെലോ ടേപ്പ് തേക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം സെലോ ടേപ്പ് തന്നെ തേക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കീറിപ്പോവും. ഇനി ഇതിനും കൂടി 2 ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ എക്സ്ട്രാസിനും കൂടി എഴുതിയെടുക്കാം. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ ആ 2 എക്സ്ട്രാസും ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഒരു എക്സ്ട്രാ ആയാലും പ്രശ്നമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റൊന്നും എന്തായാലും പലരുടെയും കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എക്സ്ട്രാസൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് 2 സീറോസും ഒരു എക്സും വരച്ച് കത്രികയാക്കാനും കൂടി മറന്നു പോകരുതേ. ഇനി ആസ് യൂഷ്വൽ നമ്മളെ ഗിഫ്റ്റ്, അതായത് എക്സ്ട്രാസ് ഇതിൽ 2ലും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നിൽ ഫ്രിഡ്ജ് മാഗ്നറ്റും ഒന്നിൽ കീ ചെയിനും. ഇത് രണ്ടും കുത്തി കഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം.